നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഖാൻ യൂനൂസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ കൂട്ട ശവക്കുഴിയിൽ നിന്ന് 50 പലസ്തീനുകാരുടെ മൃതദേഹങ്ങൾ ഗസയിലെ എമർജൻസി സർവീസുകൾ പുറത്തെടുത്തു. ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് 50 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഗസയുടെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചത്. മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്തതാണ് എന്നാണ് സിവിൽ ഡിഫൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റഫ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ നീണ്ടുനിന്ന തീവ്രവാദ ബോംബ് ആക്രമണത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ നാസർ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുകയും മെഡിക്കൽ കോംപ്ലക്സിൽ അഭയം പ്രാപിച്ച ഡസൻ കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തിരുന്നു. ആശുപത്രി നിരവധി തവണ ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പുതിയത് കഴിഞ്ഞ മാസമായിരുന്നു. 100 കണക്കിന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട ഇസ്രായേൽ റെയ്ഡിന് ശേഷം ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫ ആശുപത്രിയും നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നും ഗസ മുനമ്പിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനൂസിനെ ഡിസംബറിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയും താമസക്കാരെ വീടുകളിൽ നിന്ന് നിർബന്ധമായും പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഈ തുൽക്കറിനടുത്തുള്ള നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ 14 പേരും വെടിവെപ്പിലും തീവ്രവാദി ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടു. ഫലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ അതുപോലെ തന്നെ നൂർ ഷംസിനെതിരായ റെയ്ഡിനെ 48 മണിക്കൂർ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ ബേക്കറി, വാണിജ്യ കടകൾ, വീടുകൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും സ്വത്തുക്കളും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഹെബ്രോണിനടുത്തുള്ള ബെയ്റ്റ് ഐനൂൻ ജംഗ്ഷനിലെ ഇസ്രായേൽ ചെക്ക് പോസ്റ്റിന് നേരെ ഞായറാഴ്ച നടന്ന ഏറ്റുമുട്ടലിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി. 2 ആക്രമികളെ കൊലപ്പെടുത്തി